ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിപ്രശസ്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രത്തിലോട്ടാണ് കേട്ടോ. എവിടെയാണ്? എടത്വാപ്പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ചരിത്രപരമുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എടത്വ. നെൽകൃഷിക്ക് പേരുകേട്ട കുട്ടനാട്ടിൻ്റെ സിരാ കേന്ദ്രമായും ആത്മീയ തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്ന എടത്വായുടെ പ്രശസ്തിക്കു കാരണം 1810 സെപ്റ്റംബർ 29 വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയാണ് കേട്ടോ. പള്ളിയിലെ താളിയോല കെട്ടുകളും തലമുറകൾ വായ്മൊഴിയായി കൈമാറി വന്ന വിവരങ്ങളും വിശ്വാസ പാരമ്പര്യവും പള്ളിയുടെയും എടത്വയുടെയും ഭൂതകാലത്തേക്കും നമ്മെ നയിക്കുന്നു. പമ്പാ നദിയുടെ തീരമായിരുന്നത് കൊണ്ട് തന്നെ ഗതാഗതം വള്ളത്തിലൂടെയായിരുന്നു കേട്ടോ. വെള്ളത്താൽ ചുറ്റപ്പെട്ട എടത്വായിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലായിരുന്നിരിക്കണം. ഗീവർഗീസ് പുണ്യവാളൻ്റെ പള്ളി സ്ഥാപിക്കാനുള്ള കാരണം അന്വേഷിച്ചാൽ ആദ്യം ലഭ്യമാകുന്ന കാരണം ഇതാണ്. പ്രദേശവാസികൾക്ക് പുണ്യവാളൻ്റെ സഹായം ഏറെ ലഭ്യമാകുകയും അത് പ്രസിദ്ധമാകുകയും ചെയ്തതോടെ ദൂരസ്ഥലത്തു നിന്നും തീർത്ഥാടകർ എത്തിത്തുടങ്ങി. ഇഴജന്തുക്കളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും മോചനം തേടി തെക്കൻ നാടുകളിൽ നിന്നും ധാരാളം ജനങ്ങൾ എടത്വായിലെത്തിയിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. എടത്വാ പള്ളി സ്ഥാപിതമാകുന്നതിന് മുമ്പ് കുട്ടനാടൻ തുരുത്തുകളിൽ സ്ഥാപിച്ചിരുന്ന ക്രൈസ്തവർ ആരാധന നടത്തിയിരുന്നത് വിശുദ്ധ തോമാസ് ശ്ലീഹ AD 54 സ്ഥാപിച്ച നിരണം പള്ളിയിലായിരുന്നു കേട്ടോ. ചങ്ങങ്കരി, തെക്കേമുറി, എടത്വ, തലവടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വള്ളത്തിൽ തലവടിയിലെത്തി ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം യാത്ര ചെയ്ത് നിരണത്തെത്തിയായിരുന്നു ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. ചമ്പക്കുളത്ത് കല്ലൂർക്കാട് കന്യകാമറിയത്തിൻ്റെ പേരിൽ മറ്റൊരു പള്ളി സ്ഥാപിച്ചതോടെ എടത്വ പ്രദേശത്തെ ആളുകൾ ചമ്പക്കുളത്ത് എത്തിത്തുടങ്ങി. കാലക്രമത്തിൽ കരപ്രദേശത്തിൻ്റെ വിസ്തൃതി ഏറിയതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമായി. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് എടത്വായിൽ ജനസംഖ്യ പെരുകി. ക്രിസ്തുവർഷം 1100 ആലപ്പുഴയിലും 1410 പ്രകാട്ടും 1557 പുളിക്കുന്നിലും പുതിയ പള്ളികൾ സ്ഥാപിതമായി. അപ്പോഴും എടത്വായിലെ ജനങ്ങൾ ആരാധനയ്ക്കായി ചമ്പക്കുളം പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. ചമ്പക്കുളത്തേക്കും നിരണത്തേക്കുമുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നതിനാൽ എടത്വായിലെ വിശ്വാസികൾ സ്വന്തമായ ഒരു ദേവാലയം എന്ന ആശയം മുന്നോട്ട് വച്ചു. എടത്വ ഇടവകയിലെ ആദ്യ വൈദികനായിരുന്ന ചങ്ങങ്കരി വലിയ വീട്ടിൽ ഗീവർഗീസ് കത്തനാർ ഇതിനു വലിയ പ്രോത്സാഹനവും നൽകി. പാണ്ടങ്കരി, ഊരാംവേലിയിൽ കുര്യൻ തരകൻ, എടത്വ തെക്കേടത്ത് പോത്തൻ മാപ്പിള, വെട്ടുതോട്ടുങ്കൽ തൊമ്മി മാപ്പിള, ചെക്കിടിക്കാട് മെതിക്കളത്തിൽ മാത്തൻ മാപ്പിള തുടങ്ങിയവരാണ് പള്ളി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നൽകിയത്. സ്വന്തമായി ഒരു പള്ളി പണിയുന്നതിന് വിശ്വാസികൾ വരാപ്പുഴ അതിരൂപതയെ സമീപിക്കുകയും അന്ന് അതിരൂപത ഭരണാധികാരിയായിരുന്ന ഫാദർ റെയ്മണ്ട് പള്ളി പണിയുന്നതിന് കാനോനിക അനുമതി നൽകുകയും ചെയ്തതായി ചരിത്രം വ്യക്തമാക്കുന്നു. തുടർന്ന് 1810 സെപ്റ്റംബർ 29 പമ്പയാറിൽ വടക്കോട്ടൊഴുകിയിരുന്ന കൈവഴിയുടെ പടിഞ്ഞാറേ തീരത്ത് പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. എടത്വായിലെ ചങ്ങങ്കരി വെള്ളാപ്പള്ളി എന്ന പ്രമുഖർ നായർ തറവാട്ടിലെ കൊച്ചെറുക്ക പണിക്കർ സൗജന്യമായി സംഭാവന ചെയ്ത സ്ഥലത്താണ് ശിലാസ്ഥാപനം നടത്തിയതെന്നാണ് ചരിത്രം. അക്കാലത്ത് സുലഭമായിരുന്ന ചെറിയ ഓടാണ് മേയാൻ ഉപയോഗിച്ചത്. ചെറുതായിരുന്നെങ്കിലും തോറ, ഹൈക്കല, തങ്കീർത്തി, മുറിത്തട്ട് എന്നിവയടങ്ങിയതായിരുന്നു ആദ്യത്തെ പള്ളി. പള്ളി സ്ഥാപിച്ചെങ്കിലും പള്ളിയിൽ സ്ഥാപിക്കാൻ ഗീവർഗീസിൻ്റെ ഒരു രൂപം വിശ്വാസികൾക്ക് ലഭിച്ചില്ല. അതിനായി നടത്തിയ അന്വേഷണങ്ങളെ തുടർന്ന് പുരാതനമായ ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധൻ്റെ ഒന്നിലധികം രൂപങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ഇടവകയിലെ പുരോഹിതനായിരുന്ന വലിയ വീട്ടിൽ ഗീവർഗീസ് അച്ഛനും ഒരു സംഘം ആളുകളും വരാപ്പുഴ രൂപതാധ്യക്ഷൻ്റെ അനുമതിയോടെ 2 കളിവള്ളത്തിലായി ഇടപ്പള്ളിയിലേക്ക് പോവുകയും അവിടെ എത്തി വികാരിയച്ഛനെ കണ്ടു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇടത്വക്കാരുടെ ആവശ്യം ന്യായമെന്ന് കണ്ട് പള്ളിയുടെ തട്ടിൻപുറത്ത് ഉപയോഗമില്ലാതെ കിടക്കുന്ന 2-3 രൂപങ്ങളിൽ ഏതു വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാൻ ഇടപ്പള്ളിയിലെ അച്ഛൻ അനുമതി നൽകി.
ഇടതുകൈ അല്പം ഒടിഞ്ഞതും പൊടിയും മാറാലയും പിടിച്ചു കിടന്ന ഒരെണ്ണം പൊതു സ്വീകാര്യമാവുകയും ചെയ്തതിനെ തുടർന്ന് അതുമായി പുറത്തിറങ്ങിയ വിശ്വാസികൾ അത് തുടച്ചു വൃത്തിയാക്കി പള്ളിക്കിണറ്റിലെ വെള്ളത്തിൽ കഴുകി ശുദ്ധി വരുത്തി. അപ്പോൾ അതിന് കൂടുതൽ ആകർഷണത ഉണ്ടായി. അതുകൊണ്ട് ഇടപ്പള്ളിക്കാരിൽ ചിലർ അത് കൊടുത്തുവിടേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ഇടപ്പള്ളിക്കാരുടെ എതിർപ്പിനെ അവഗണിച്ച് ഇടത്വാക്കാർ ആ രൂപവുമായി വള്ളക്കടവിലേക്ക് നീങ്ങി. ഈ സമയം ഇടപ്പള്ളിയിൽ അസാധാരണ സംഭവങ്ങളുടെ നീണ്ട പരമ്പര തുടങ്ങുകയായിരുന്നു. ദേവാലയ മണികൾ മുഴങ്ങി. രൂപം കൊണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധിച്ചവർ കൂട്ടമണിയടിച്ച് ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതാണെന്നും അതല്ലെന്നും പള്ളിയുടെ ഒരു ഭാഗത്ത് തീ പിടിക്കുകയും ചെയ്തതായും തലമുറകൾ കൈമാറിയ ചരിത്ര കഥകൾ പറയുന്നു. വിശുദ്ധൻ്റെ രൂപം കൈവിട്ടു പോകുന്നതിലുള്ള പ്രതിഷേധ സൂചനയായിരുന്നു ആ സംഭവമെന്ന് ഭയപ്പെട്ട എടത്വാക്കാർ പെട്ടെന്ന് രൂപവുമായി വള്ളക്കടവിലേക്ക് ഓടി വേഗത്തിൽ എടത്വായിലേക്ക് തിരിച്ചു. അതേസമയം പള്ളിയുടെ നിർമ്മാണവും രൂപം പ്രതിഷ്ഠിക്കലിനെയും സംബന്ധിക്കുന്ന താളിയോലകളൊന്നും ഇന്ന് ലഭ്യമല്ല. ഇടപ്പള്ളിക്കാർ രൂപം തിരിച്ചെടുക്കാൻ വരുമെന്ന് ഭയന്ന് വിശുദ്ധൻ്റെ രൂപം ഓലഷെഡ് മാത്രമായിരുന്ന പള്ളിയിൽ ഇറക്കാതെ നേരെ പാണ്ടങ്കരിയിലുള്ള ഊരാം വേലിക്കാരുടെ നെല്ലറയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഊരാം വേലിയിൽ കുര്യൻ തരകൻ എന്നയാളാണ് ഈ പള്ളിയിൽ നിന്നും രൂപം കൊണ്ടുവരുന്നതിനുള്ള നേതൃത്വം കൊടുത്തത്. 1920 ആറ്റുതീരത്തു ചെറിയ പള്ളി പണിയുന്നതുവരെ ഞായറാഴ്ചകളിലും വിശുദ്ധൻ്റെ തിരുനാൾ ദിവസങ്ങളിലും മാത്രമേ തിരുസ്വരൂപം പള്ളിയിൽ കൊണ്ടുവന്നിരുന്നുള്ളൂ. പിന്നീട് 1839 നവംബർ മാസത്തിൽ വരാപ്പുഴ സഹായമെത്രാനായിരുന്ന ലൂദിവിക്കോസ് മാർട്ടിനിയാണ് ഇന്നു കാണുന്ന ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. എടത്വ ഇടവക അംഗവും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിപുണനുമായ ഉലക്കപ്പാടിൽ തോമസ് അച്ഛനാണ് പള്ളിപ്പണിക്ക് തുടക്കം കുറിച്ചത്. ശാസ്ത്രാവബോധം തുച്ഛമായിരുന്ന കാലത്ത് പണിതിട്ടും പേരും പെരുമയും അവകാശപ്പെടുന്ന ആധുനിക വാസ്തുശില്പികൾക്ക് പോലും, എന്തിന് വാസ്തുശില്പ ശാസ്ത്രത്തിനു പോലും എടത്വ പള്ളി ഒരു അത്ഭുത പ്രതിഭാസമാണ്. യാതൊരു കോട്ടവുമില്ലാതെ ഈ പള്ളി ഇന്നും നിലനിൽക്കുന്നു. ഉറപ്പില്ലാത്ത അടിത്തറയിൽ തേക്കൻ തടികൾ നെറുകയും കുറുകയും നിരത്തി ബലപ്പെടുത്തിയ ശേഷം അതിന്മേലാണ് പള്ളി പണിത് ഉയർത്തിയിരിക്കുന്നത്. കുളമാവിൻ്റെ തൊലി ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ വരാൽ പശയും കുമ്മായവും ചരലും കുഴച്ച് നിർമ്മിച്ച കൂട്ട് ഉപയോഗിച്ചാണ് പള്ളിയുടെ ഭിത്തി നിർമ്മാണം നടത്തിയത്. പള്ളി മോടി പിടിപ്പിക്കാൻ ഉപയോഗിച്ച ചായങ്ങൾ ഇന്നും നിറം മങ്ങാതെ നിൽക്കുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം 1888 പൊന്നിൻ കുരിശ് പണിതു. 337 രൂപ തൂക്കത്തിൽ നിർമ്മിച്ച സ്വർണ്ണ കുരിശ് ശില്പവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പുരാവസ്തു ഗണത്തിൽപ്പെടുന്ന ഈ കുരിശ് 4 പൂട്ട് എന്നറിയപ്പെടുന്ന പ്രത്യേക മുറിയിൽ വൻ സുരക്ഷയോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുരിശാണ് ഇന്നും പെരുന്നാൾ ദിനത്തിൽ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നത്. അശ്വാരൂഢനായ വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തോടൊത്ത് കാണുന്ന രാജകുമാരിയും സർപ്പവും തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടയാളമായി വിശ്വാസികൾ കാണുന്നു. കയ്യിലൊന്നുമില്ലാതെ തീർത്ഥാടകരാരും വിശുദ്ധനെ ദർശിക്കാറില്ല. വിശുദ്ധൻ്റെ അടിമയായി തീർന്നാൽ രോഗങ്ങളിൽ നിന്നും അത്യഹിതങ്ങളിൽ നിന്നും മോചനം നേടാമെന്നും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ഗീവർഗീസ് പുണ്യവാളൻ തങ്ങളെ കാത്തുരക്ഷിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയത്. ഇവിടെ നമ്മൾ മുൻപും വന്നിട്ടുണ്ട്, വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാലും യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ കിട്ടിയ കുറച്ച് രേഖകളാണ്, ഈ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് തന്നെയാണ് നമ്മുടെ എടത്വ എന്ന് പറയുന്ന സ്ഥലം. ദിവസേന ഇവിടെ വിശ്വാസികൾ എത്താറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ആരാധനയും ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്ക് ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാജ കൊട്ടാരത്തിന്റെ ഒരു ആ ഒരു ലുക്കിലൊക്കെയാണ് പള്ളി. പിന്നെ അവിടെയുള്ള കൊച്ചു വീടുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അതെ അതെ, എപ്പോഴും തിരക്ക് തന്നെയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര തിരക്കല്ല. നമ്മൾ ഈ തിരുനാളിനാണെങ്കിലും ഭയങ്കര തിരക്ക് തന്നെയാണ്. പക്ഷേ ഈ സമയങ്ങളിൽ നമുക്ക് ഒരു സമാധാനത്തോടെ പള്ളി കാണാൻ കഴിയുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ടൈമുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും. അതെ, നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ തിരുനാളിന്റെ മുന്നോടിയായിട്ട് അവര് ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ പള്ളിക്ക് വെച്ചിട്ട്. നമ്മൾ പള്ളിക്ക് അകത്ത് കയറിയുന്ന അത് വേറെ പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മൾ ഈ പള്ളിക്കകത്തിരിക്കുമ്പോഴത്തേക്ക്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ പള്ളിക്കകത്ത് കയറി. ഈ പള്ളിക്കകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു കൊള്ളാണ് കല്ല്. നമ്മൾ ഇതിനകത്ത് കയറുമ്പോഴേ ഇവിടെ മെഴുതിയെത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
പണ്ടത്തെ ഒരു തേക്ക് മരത്തിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. അത് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും. ആ തേക്ക് മരം ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു പഴയ ഒരു തേക്ക് ഇപ്പോൾ ഇല്ലെന്നാണ് അറിവ്. ഒരു കൊടിമരം ഉണ്ട്, മുമ്പ് ഒരു കൊടിമരം ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ എണ്ണയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുനാളിന്റെ അതെ. സമയത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.